ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 54 കാളിയമർദ്ദനമാണ് വായിച്ചുകൊണ്ടിരുന്നത്. സൗരഭി എന്നു പേരുള്ള ഒരു മഹർഷി കാളന്തി ജലത്തിനടിയിൽ 12 വർഷക്കാലം തപസ് ചെയ്തുകൊണ്ടിരിക്കവേ മത്സ്യങ്ങളോടെല്ലാം അദ്ദേഹത്തിന് മമത തോന്നി, ഇഷ്ടം തോന്നി. അപ്പോൾ ഈ ഒരു മത്സ്യത്തിനെ ഗരുഡൻ വന്ന് പിടിച്ച് തിന്നുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി. അങ്ങനെ അദ്ദേഹം ഇനി മേലിൽ അവിടെ വന്ന് മത്സ്യത്തെ പിടിച്ചാൽ അവൻ്റെ ആ ഗരുഡൻ്റെ ജീവൻ നഷ്ടമാകുമെന്ന് ഒരു ശാപം കൊടുത്തു. അതിനുശേഷം ഗരുഡൻ ആ നദിയിൽ അവിടെ വരാറില്ല, പേടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് അവിടെ വന്നില്ല. അതിനുശേഷം എന്ത് പറ്റി? കാളിയന് സന്തോഷമായി. കാളിയൻ്റെ ശത്രു, അത് സർപ്പത്തിൻ്റെ ശത്രുവാണ് ഈ ഗരുഡൻ. അപ്പോൾ സന്തോഷമായിട്ട് കാളിയൻ അവിടെ ഉല്ലസിച്ച് ജീവിച്ചു. അപ്പോഴെന്തു വന്നു? അവിടെ പരിസരത്തൊക്കെ ഉള്ള പ്രാണികുലത്തിനെല്ലാം ദോഷമായി. ദാഹിച്ച് വെള്ളം കുടിക്കാൻ വരുമ്പോഴും കാളിയൻ്റെ വിഷമേറ്റ് പറന്നു പോകുന്ന പക്ഷികളെയും പരിസരത്തുള്ള വൃക്ഷങ്ങളെല്ലാം വിഷലിപ്തമായപ്പോഴത്തേക്ക് അതിനെല്ലാം വിഷമമായി ഈ ജന്തുക്കൾക്കൊക്കെ. അന്നേരം ഭഗവാൻ കൃഷ്ണന് കാരുണ്യം അങ്ങോട്ട് ഒഴുകി. ഭഗവാൻ അവിടെ പശുക്കളെ മേയ്ക്കാനൊക്കെ ചെല്ലുമ്പോൾ കാളന്തി നദിയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം മനസ്സിലാവും, കാളിയൻ്റെ വിഷത്തെ പറ്റി. കാരണം അതിനി അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കിനി 4-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 4. ഘോരേ തസ്മിൻ സൂരജ നീരവാസേ തീരെ വൃക്ഷദാശ്വേളവേഗാൽ പശ്യവ്രാതാപേതുർ അഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. ഘോരേ തസ്മിൻ സൂരജ നീരവാസേ തീരെ വൃക്ഷദാശ്വേളവേഗാൽ പശ്യവ്രാതാപേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. ഇവിടെ ഭയങ്കരനായ ആ കാളിയൻ കാളന്തി ജലത്തിൽ താമസിക്കുക കാരണം അവിടെ ഭയക്കാനൊന്നുമില്ല, ആരെയും ഭയക്കാനില്ല സർപ്പത്തിന്, ഗരുഡൻ വരാത്തത് കൊണ്ട്. അല്ലെങ്കിൽ മാറി തിരിഞ്ഞൊക്കെ മാറിയത്. അതുകൊണ്ട് ആ ഭയങ്കരനായ കാളിയൻ കാളന്തി ജലത്തിൽ താമസിക്കുന്നത് കൊണ്ട് വിഷത്തിൻ്റെ വീര്യം കൊണ്ട് തീരപ്രദേശത്തുള്ള മരങ്ങൾ കരിഞ്ഞുപോയി. അതിൻ്റെ വേര് ആ വെള്ളത്തിൽ വരുമ്പോൾ ജലം ഉള്ളിടത്തെല്ലാം വൃക്ഷത്തിൻ്റെ വേര് ചെല്ലും. അപ്പോൾ വിഷത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞുപോയി. ആകാശത്തു കൂടി പറക്കുന്ന പറവകൾ ചത്തു വീണ് ഇതിൻ്റെ ശ്വാസം വിഷവാതകം, അതുപോലെ പറക്കുന്ന പക്ഷികളൊക്കെ ചത്തു വീഴുന്നു. ഇതെല്ലാം ആര് കണ്ടു? ഭഗവാൻ കൃഷ്ണൻ കണ്ടു. ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങനെ ഭഗവാന്റെ മനസ്സലിഞ്ഞു. അതാണ് ഇതിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇത് ഭഗവാൻ അവിടെ കാളന്തിയിൽ അവിടെ വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അതുവരെ ഭഗവാൻ കുട്ടിയായിരുന്നല്ലോ. ഭഗവാൻ വളർന്ന് വരുന്തോറും ഇതൊക്കെ കണ്ട് വരുന്നു. അപ്പോഴാണ് ഭഗവാന് മനസ്സിലായോ ഇതൊക്കെ വിഷമുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് അവിടെ ഭഗവാന്റെ മനസ്സലിഞ്ഞ്. അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. ശ്ലോകം 5. കാലേ തസ്മിൻ ഏകദാ സീരപാണിം മുക്ത്വായാദേയാമുനം കാനനാന്തം ത്വയുദ്ധാമ ഗ്രീഷ്മ ഭീഷ്മോ ഉഷ്മാ തപ്താ ഗോപാല വ്യാപിബൻ ശ്വേളതോയം. കാലേ തസ്മിൻ ഏകദാ സീരപാണിം മുക്ത്വായാദേയാമുനം കാനനാ അന്തം ത്വയുദ്ധാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മ തപ്താ ഗോപാല വ്യാപിപൻ ശ്വേളതോയം. കാലേ തസ്മിൻ ഏകദാ സീരപാണിം മുക്ത്വായാദേയാമുനം കാനനാന്തം ത്വയുദ്ധാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മ തപ്താ ഗോപാല വ്യാപിപൻ ശ്വേളതോയം. കാളന്തിയിൽ കാളിയൻ വസിക്കുന്ന കാലത്ത് അപ്പോൾ ഒരു ദിവസം ഭഗവാനും ബലരാമനെ കൂടാതെ, ബലരാമൻ അന്ന് പോയില്ല, കുട്ടികളും ഗോക്കളും ഭഗവാനും കൂടെ കാളന്തിയിൽ കാളിയൻ വസിക്കുന്ന കാലത്ത് ഒരു ദിവസം അവിടുന്ന് ബലരാമനെ കൂട്ടാതെ കാളന്തി തീരത്തെ കാട്ടിൽ സഞ്ചരിക്കവേ
പശുക്കളുമായിട്ടൊക്കെ പോയി. അങ്ങനെ സഞ്ചരിച്ച് ഉഗ്രമായ വേനലിൻ്റെ കടുത്ത ചൂട് കൊണ്ട് ദാഹിച്ച് വലഞ്ഞ ഗോക്കളും ഗോപന്മാരും എല്ലാം കാളിന്തിലിറങ്ങി ആ വിഷലിപ്ത ജലം മതിയാവോളം അങ്ങ് കുടിച്ചു, ദാഹം ശമിപ്പിച്ചു. അറിയുന്നില്ലല്ലോ, അപ്പോഴാണ് ഭഗവാൻ അറിയുന്നത്. അങ്ങനെ അത്രമാത്രം അന്ന് ബലരാമൻ കൂടെ ഇല്ല. ഗോക്കളും ഗോപാലന്മാരും കണ്ണനും മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ കാളന്തിയുടെ ആ ഭാഗത്ത് വനത്തിലെല്ലാം ഇങ്ങനെ സഞ്ചരിച്ച് ഭയങ്കര വേനല, കടുത്ത ചൂട് കൊണ്ട് ദാഹം വന്നപ്പോൾ വലഞ്ഞ ഗോക്കളും ഗോപന്മാരും എല്ലാവരും തന്നെ കാളന്തിയിലങ്ങിറങ്ങി ആ വിഷലിപ്ത ജലം മതിയാവോളം കുടിച്ചു, ദാഹം ശമിപ്പിച്ചു. എന്നിട്ടോ ജീവസ് അറ്റ് വീണു പോയി. വെള്ളം കുടിച്ചവരൊക്കെ പശുക്കളും ഗോപന്മാരൊക്കെ അങ്ങനെ അവരുടെ ജീവൻ പോയി അവിടെ വീണുപോയി. 6-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 6. നശ്യൽ ജീവാൻ വിച്യുതാൻ ശ്മാതലേ താൻ വിശ്വാൻ പശ്യൻ അച്യുതാ ത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാം ആസ്ഥിത ദ്രാക് പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ. നശ്യൽ ജീവാൻ വിച്യുതാൻ ശ്മാതലേ താൻ വിശ്വാൻ പശ്യൻ അച്യുത ത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാം ആസ്ഥിതദ്രാക് പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ. ഒന്നുകൂടി. നശ്യൽ ജീവാൻ വിച്യുതാൻ ശ്മാതലേ താൻ വിശ്വാൻ പശ്യൻ അച്യുത ത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാം ആസ്ഥിതദ്രാക് പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ. ഇവിടെ ഭട്ടതിരിപ്പാട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുന്നു ഭഗവാനോട്, ഹേ അച്യുത, നിന്തിരുവടി അവരെ എല്ലാം അങ്ങനെ എല്ലാവരും അറ്റ് വീണുപോയല്ലോ. അങ്ങനെ ഭട്ടതിരിപ്പാട് ഭഗവാനോട്, ഗുരുവായൂരപ്പ, അങ്ങ് നിന്തിരുവടി അവരെ എല്ലാം ജീവനില്ലാതെ നിലത്ത് വീഴുന്നത് കണ്ട് കാരുണ്യത്തോടെ അവരുടെ സമീപം ചെന്ന് അമൃത് തളിക്കുന്നത് പോലെയുള്ള കടാക്ഷ വീക്ഷണത്താൽ അവരെ ജീവിപ്പിച്ചു. ഭഗവാന്റെ നോട്ടം കൊണ്ട്, അല്ല അവിടെ മറ്റൊന്നുമില്ലല്ലോ, അവർ വനത്തിലല്ലേ. അപ്പോൾ ഭഗവാന്റെ ആ അമൃതാകുന്ന ആ കടാക്ഷ വീക്ഷണം തളിച്ചു. അമൃത് അത്രമാത്രം ആ കണ്ണിൽ കൂടി ആ കടാക്ഷം അവരിലേക്ക് ചെന്നു. അച്യുത, ഭഗവാനെ അന്ന് അങ്ങനെ ജീവനില്ലാതെ നിലത്ത് വീഴുന്നവരെ ഭഗവാന്റെ കാരുണ്യത്തോടെ അവരുടെ സമീപം ചെന്ന് അമൃത് തളിക്കുന്നത് പോലുള്ള കടാക്ഷ വീക്ഷണത്താൽ അവരെ ജീവിപ്പിച്ചു. നമുക്കും എന്ത് വിഷമമുണ്ടെങ്കിലും ഒരു ഭഗവാന്റെ കടാക്ഷം മാത്രം മതി. നമുക്ക് അതിന് തയ്യാറാവണം എല്ലാവർക്കും. എന്ത് വിഷമമുണ്ടെങ്കിലും ഭഗവാനേ എന്നൊന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ അവിടുന്ന് ഭഗവാന്റെ കടാക്ഷം, ആ നോട്ടം നമ്മളിലേക്ക് വരും. നമുക്കും എന്തും അങ്ങനെ സാധ്യമാക്കാം. ഭഗവാൻ എല്ലാത്തിനും കരുണയുള്ളവനാ. ഇപ്പോൾ അവിടെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഗോക്കളും എല്ലാം അവിടെ ജീവസറ്റ് വീണപ്പോൾ ഭഗവാന്റെ കടാക്ഷം മതി. അതാണ് നമുക്ക് ആവശ്യം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.